ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു സ്റ്റേ അറ്റ് ഹോം കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ ഇതൊരു ക്രൈസിസ് പീരീഡാണ്, എങ്കിലും നമ്മൾ ഒരിക്കലും ഡിസാർട്ടൻ്റ് ആകരുത്. ഇതൊരു വലിയൊരു കോസിന് വേണ്ടിയിട്ടാണ്. കാര്യം ടോട്ടൽ ഇറാഡിക്കേഷനാണ് ലക്ഷ്യം. അപ്പോൾ ഗവൺമെൻറ് പറയുന്നതും അങ്ങനെയാണ്. നമ്മൾ ഈ ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വീടുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൊറോണ വൈറസിനെ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കാൻ സാധിക്കും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയാണ്. അപ്പോൾ കുറച്ച് സാക്രിഫൈസസ് എല്ലാം ആകാം. പക്ഷെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടാകും. പല പല കാര്യങ്ങളും. കാര്യം ഇത് നമ്മൾ യൂസ് ടു അല്ലല്ലോ, നമുക്ക് പരിചിതമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകാം, വിഷമങ്ങളുണ്ടാകാം, ഡിപ്രഷൻസ് ഉണ്ടാകാം. അതിനെല്ലാം ഗെറ്റ് ഓവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, മനഃപൂർവ്വമായി ശ്രമിക്കണം. നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും ആലോചിക്കുകയും അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഞാനിപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തരുന്നത്. പിന്നെ ഈ ഒരു സമയം നമ്മൾ ഇത്രയും സേഫായിട്ട് വീട്ടിലിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി പോരാടുന്ന ഒരു പറ്റം ആൾക്കാർ പുറത്തുണ്ട്. അവരെയും നമ്മൾ ഈ സമയത്ത് ആലോചിക്കണം, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിന്നെന്താ പറയണ്ടേ, ഹാറ്റ്സ് ഓഫ് ടു ദം. ദാറ്റ് ഈസ് ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടലി, ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് നഴ്സുമാർ, പിന്നെ അത് കഴിഞ്ഞ് വോളണ്ടിയേഴ്സ്, പിന്നെ നമ്മുടെ പോലീസ് ഫോഴ്സ്, ഫയർ ഫോഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും, പിന്നെ നമ്മളുടെ ഗവൺമെൻറ്, ഇവരെല്ലാവരും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളൊരു ടീം ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ്. അപ്പോൾ ഇവരെ എല്ലാം മനസ്സിൽ ഓരോ ദിവസവും നമ്മൾ ആലോചിക്കണം, അവരെ നന്ദിപൂർവ്വം സ്മരിക്കണം. ഇങ്ങനെയുള്ള കാര്യം പ്രേ ഫോർ ദം. അതോടൊപ്പം നമ്മൾ വളരെ സേഫായിട്ടിരിക്കാനും നോക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഞാനും സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളോടൊക്കെ സംസാരിക്കുന്നു, ഞാൻ വളരെ പോസിറ്റീവ് ആകാൻ നോക്കുന്നു കാര്യങ്ങളെങ്കിലും എൻ്റെ മനസ്സിലും ചെറിയ വിഷമങ്ങളുണ്ട്. കാരണം എല്ലാവരും ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് വീട്ടിലെല്ലാവരും ഇരിക്കും. പക്ഷേ ഡോക്ടേഴ്സൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നഴ്സുമാരുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ. ഈ പറയുന്ന സർവീസസിൽ ഇരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമുക്ക് വേവലാതി ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ മകൾ UK യിലാണ്. അപ്പോൾ മകളും സണ്ണിലോ ഡോക്ടറാണ്. സണ്ണിലോടെ ഫാമിലിയിൽ എല്ലാവരും ഡോക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം സേഫ്റ്റി അവിടെയും ഇഷ്യൂസാണ്. അവരെന്നുള്ളതല്ല, ആ ഒരു കംപ്ലീറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതിൽ ഒരു ആൾ മാത്രമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിലുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അതുപോലെ എത്രയോ ഫാമിലിയിലുള്ള ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാ നെഗറ്റീവ് തോട്ട്സും ഒക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് തിങ്കിങ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ആലോചിക്കുന്നത്. അവരെ എങ്ങനെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകാം, അവരെ എങ്ങനെ നിങ്ങൾ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകണം, അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അത്തരം കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കുള്ള പലഹാരങ്ങൾ ഒക്കെയാണ് ഞാനിങ്ങനെ കുറേയൊക്കെ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ സിമ്പിളായിട്ടുള്ള സൈഡ് ഡിഷസും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ആ കൂട്ടത്തിൽ ശർക്കരയും അവശ്യ സാധനങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും നമ്മൾ ഗോതമ്പ് മാവ്, പിന്നെന്താ അരിപ്പൊടി, മൈദ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുമല്ലോ. സ്വാഭാവികമാണ് ആ കാര്യം. അത് അത്യാവശ്യം ചില കടകളൊക്കെ തുറക്കുന്നുണ്ട് ലിമിറ്റഡ് പീരീഡ് ടൈമിലാണെങ്കിലും. വീട്ടിൽ നിന്നും ഇടയ്ക്ക് ഒരാൾക്ക് പോയി വാങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനവും ഇപ്പോഴും ഉണ്ട്. എത്രയും നമ്മൾ ലോക്ക്ഡൗൺ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ ആട്ട അഥവാ ഗോതമ്പ് മാവും അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗോതമ്പ് മാവും ശർക്കരയും ചേർത്ത്. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഗോതമ്പ് മാവ്, ശർക്കര, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടുള്ള കോമ്പിനേഷനിൽ ഞാൻ 2 പലഹാരങ്ങളാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിലൊന്ന് ഫസ്റ്റ്, അധികം സംസാരിക്കാതെ പെട്ടെന്ന് ഞാൻ നോക്കാം. കുറച്ച് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞു, എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാനൊരു ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. അതിന് ഞാൻ ചെയ്യാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊരു 3/4 കപ്പ് ആട്ട അഥവാ ഗോതമ്പ് മാവ്. പിന്നെന്താ, അതേ അളവിൽ തന്നെ അരിപ്പൊടി. ഇത് പാക്കറ്റിൽ വാങ്ങിക്കുന്ന അരിപ്പൊടി ആയാലും മതി, ഒരു പ്രശ്നമില്ല. വീട്ടിൽ പൊടിച്ചത് തന്നെ വേണമെന്നില്ല. ഇനി അഥവാ വീട്ടിൽ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചരി ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളായല്ലോ. പിന്നെ എന്താ വേണ്ടത്, ഇനി ഇതാണ് മിക്സിങ്. ഓക്കെ, ഇതൊരു സ്ഥലത്തിരിക്കട്ടെ. അതേസമയം നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടത്, അപ്പോൾ ഒരു 3/4 കപ്പ് ശർക്കര ചീകിയതും ഒരു 3/4 കപ്പ് വെള്ളം, അതിലാണ് നമ്മൾ അലിയിച്ചെടുക്കുന്നത്. ഇത് അഴുക്കില്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് എനിക്കൊന്ന് അലിയിച്ചെടുത്തിട്ട് വെറുതെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചാൽ മതി. പക്ഷേ നല്ല അഴുക്കുള്ള ശർക്കര ആണെങ്കിൽ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി അലിയിക്കുക, എന്നിട്ട് അരിച്ച് തണുപ്പിച്ചെടുക്കുക. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ശർക്കര വെള്ളം ഇവിടെ റെഡി. ഒന്ന് അരിച്ചാൽ മാത്രം മതി. പിന്നെന്താ, തേങ്ങാപ്പാലും ഓക്കെയാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ മാവിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ, ശർക്കര വെള്ളം ആദ്യം കുറച്ചൊഴിക്കാം, ഓൾമോസ്റ്റ്
കലക്കി തുടങ്ങും. ആദ്യം ഇത്രയും വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. ഇനി കുറച്ച് വെള്ളം നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ അളന്നൊഴിക്കാം. ഇപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. നോക്കിക്കോളൂ. കട്ടയില്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് കലക്കി എടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യത്തെ റൗണ്ട് അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട്, അപ്പോൾ കട്ടയില്ലാണ്ട് തന്നെയാണ് യോജിപ്പിച്ചെടുക്കാൻ സാധിക്കുക. നല്ല തിക്കായിട്ട് കട്ടിക്കെടുക്കും. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ഒട്ടും കട്ടയില്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം 1/4 കപ്പ് വെള്ളത്തിലാണ് ഞാനത് കലക്കിയത്, ശർക്കര വെള്ളം. അതൊഴിച്ചു. 1/2 കപ്പ് തേങ്ങാപ്പാൽ. കണ്ടല്ലോ. ഇനി ബാക്കിയാണ് വെള്ളം. ഇപ്പോഴേ 1/4 കപ്പ്. ഇനി കുറേശ്ശെ ഒഴിക്കാം. അപ്പോൾ വീണ്ടും ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ 1/2 കപ്പ് വെള്ളമായി കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ മിക്സിങ് നോക്കി. അപ്പോൾ കട്ടയില്ലാണ്ട് വരുന്നുണ്ടോ. അപ്പോൾ ദോശമാവിൻ്റെ പാകം. നമ്മളിത് ശർക്കര ദോശയില്ലേ ഉണ്ടാക്കുന്നത്. ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും പോരാ, ഇച്ചിരി കൂടെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഒരു നുള്ളുപ്പ്. മധുരമുള്ള കാര്യമാണ് എങ്കിലും ഒരല്പം ഉപ്പും കൂടി വേണം. അതിനോടൊപ്പം ഒരല്പം ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ആഹാ, നല്ല മണം. സംഭവം മാറി. അപ്പോൾ എല്ലാം കൂടി ചേർത്തതേ ഏതാണ്ട് ഒരു നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായി. വേണമെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി, അതായത് ഒരു 1/4 കപ്പിൻ്റെ കുറച്ച്, 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം എക്സ്ട്രാ. ഇത് നമുക്കൊരു ദോശക്കല്ല്, ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഒരു ദോശ ചുടില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. ഒരു തവി മാവ് കോരി ഒഴിക്കുന്നു. പിന്നെ ഈ ഒരു ദോശയ്ക്ക് ഇത് മധുരമുള്ള ദോശയാണ്, ശർക്കര ദോശയല്ലേ. അപ്പോൾ ഇച്ചിരി നെയ്യൊക്കെ തടവിയിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദോശക്കല്ലിൽ ഇച്ചിരി നെയ്യ് തടവിയിട്ട് കോരി ഒഴിക്കുക. ദോശ ചുട്ടെടുത്തിട്ട് നെയ്യ് ഒഴിക്കുക. കാണാം അല്ലേ. നമുക്ക് ഇച്ചിരി എണ്ണ തടവാം. എന്നിട്ട് ദോശമാവിൽ നിന്നും ഇനി അടുപ്പിൽ തീ കൂട്ടി കൊടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് കാര്യമായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയ്യൊന്നും ചീത്തയല്ല. നല്ല പശുവിൻ നെയ്യാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതുമാണ്. ഇനി ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചിടണം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പാകത്തിന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ആകാനുണ്ട്. തിരിച്ചിടുക. ഇനി വീണ്ടും നല്ലതായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് മാറ്റാം. അപ്പോൾ ആ സൈഡും പാകത്തിന് മൂത്തിട്ടുണ്ടാകും. നോക്കട്ടെ. യെസ്, കറക്റ്റ്. ആഹാ, നല്ല മുരിഞ്ഞ നെയ്യിലൊക്കെ ഇങ്ങനെ. ആഹാ, എന്ത് രസമല്ലേ. വെരി വെരി ടേസ്റ്റി ആൻഡ് യമ്മി. പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെയാണ് ഇനി ബാക്കിയുള്ളതും ഞാൻ ചുട്ടെടുക്കാൻ പോകണം. പക്ഷേ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അടുപ്പിൻ്റെ ചൂട് ക്രമീകരിക്കണം. കാര്യം ദോശ കോരി ഒഴിക്കുമ്പോൾ കല്ല് ഭയങ്കര ചൂടാണെങ്കിൽ ഒട്ടിപ്പിടിക്കും, മാവ് പരത്താൻ പറ്റില്ല. അപ്പോൾ ഓരോ ദോശയും ചുട്ട് കഴിഞ്ഞിട്ട് നല്ലോണം തീ കുറച്ചൊരല്പസമയം വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്തത് ഉപയോഗിക്കുക. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് അല്ലാത്ത ദോശക്കല്ലൊക്കെ ആണെങ്കിൽ സാധാരണ ചില സമയത്ത് നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ തളിക്കും. വെള്ളമൊക്കെ തളിച്ചിട്ട് ഇതുപോലെ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിന് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്, ഇങ്ങനെ വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നത്. പക്ഷേ ദോശക്കല്ലാണെങ്കിൽ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ചൂട് ക്രമീകരിച്ചിട്ട് ആ വെള്ളം വറ്റി കഴിയുമ്പോൾ ചൂട് കറക്റ്റായിരിക്കും, നോർമലാകും. അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് സ്ഥിരമായി കഴിഞ്ഞാൽ നമ്മുടെ നോൺ സ്റ്റിക്ക് കല്ല് ചീത്തയായി പോവും, അത്രേ ഉള്ളൂ. ദേ
ദോശാസ് ഓൾ ഫിനിഷ്ഡ്. ഇത് ഈ അളവിൽ നിന്നും ശരിക്കും ഒരു 8 ദോശ, നല്ല വലിപ്പത്തിനുള്ള 8 ദോശ ഉണ്ടാക്കാം. പിന്നെ മധുരം ഞാൻ 3/4 കപ്പ് ചീകിയ ശർക്കര എടുത്തു. അത് ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല, 1 കപ്പ് വരെ ആകാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നല്ല കരികരിപ്പായിട്ട് ക്രിസ്പി ആയിട്ട് ചെയ്യുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. വെരി ടേസ്റ്റി. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവും. ഈ ഒരു മധുരം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവും. ഇച്ചിരിയുടെ മധുരം കയറ്റുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത്. 1 കപ്പ് ശർക്കര ചേർത്താൽ. അപ്പോൾ നെയ്യൊക്കെ ആവശ്യാനുസരണം പുരട്ടി നന്നായിട്ട് ചൂടായിട്ട് തന്നെ കൊടുക്കാം, ഇഷ്ടമാവും. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കാം, 4 മണി പലഹാരമായിട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലാവാലോ. അപ്പോൾ അതൊരു കാര്യം. ഓക്കെ, ഇനി അടുത്ത ഒരു ഐറ്റം കൂടി ഞാൻ ഓൾമോസ്റ്റ് സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പോകുന്നത്. തേങ്ങാപ്പാൽ, ശർക്കര, ആട്ട, ഗോതമ്പ് മാവ്. ഓക്കെ, കാണാം, നോക്കിക്കോളൂ. ആദ്യം ഒരു 3/4 കപ്പ് ശർക്കര ചീകിയെടുത്തത്. അപ്പോൾ ഈ ശർക്കരയിലേക്ക് നമ്മളൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിക്കണം. അപ്പോൾ അരിക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ ഇത് ഓക്കെയാണ്. അലിയിച്ച് കഴിഞ്ഞിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ഒരുപാട് അരിപ്പുള്ള ശർക്കരയാണെങ്കിൽ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി, തേങ്ങാപ്പാൽ ഒഴിച്ചല്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ പതയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ അരിച്ച് തേങ്ങാപ്പാൽ കുറച്ചുകൂടി കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പ് ആട്ടാന്ന് വെച്ചാൽ ഗോതമ്പ് മാവ്, അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരല്പം ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. മധുരമാണ് എങ്കിലും ഒരല്പം. ആദ്യം ഒരു മിക്സി സ്പൂൺ വെച്ചൊന്ന് ഇളക്കാം. തേങ്ങാപ്പാൽ മിശ്രിതം ഇങ്ങനെ അരിച്ചൊഴിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം, ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന പോലെ. ഒന്നും ചെയ്യാനില്ല. ഇതിൽ നിന്ന് ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ, ഒരു വലിയ നെല്ലിക്ക എന്ന് പറയും, വലിയ നെല്ലിക്ക വലിപ്പത്തിൽ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഘനം കുറച്ച്, എത്രത്തോളം ഘനം കുറയ്ക്കാമോ അത്രത്തോളം ഘനം കുറച്ച് പരത്തി എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ മാവ് കഴിക്കുമ്പോൾ ഹാർഡാവണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച്, അത് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് ഒരല്പം ഗോതമ്പാവും കൂടെ ഇട്ടതിന് ശേഷം ഒരല്പം എണ്ണ, റിഫൈൻഡ് ഓയിൽ 1 ടേബിൾ സ്പൂൺ വരെ ആകാം. 1 ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, 1-2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്നും ഉരുളകൾ എടുക്കാം. 2ആയിട്ടിങ്ങനെ ഞാനിങ്ങനെ എടുക്കുകയാണ്. ഇത് നമ്മുടെ സ്വീറ്റ് തട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സ്വീറ്റ് തട്ട അറിയാമല്ലോ, എരിവുള്ള തട്ട, ഇങ്ങനെ ചെറിയ പപ്പടം മാതിരി ഇരിക്കും. ഇത് അതിൻ്റെ സ്വീറ്റ് വേർഷൻ. ഇതിൽ നിന്ന് ചെറിയ അതായത് ഒരു തീരെ ചെറുതെന്ന് പറയാം, എങ്കിലും ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. നല്ലോണം ഘനം കുറച്ച് പരത്തുന്നതാണ് നല്ല മൊരിയാനായിട്ട് എളുപ്പം. ക്രിസ്പി ആയിട്ടാണ് നമ്മൾ വറുത്ത് പോരേണ്ടത്. അപ്പോൾ തട്ടയുടെ സൈസ് എത്ര വേണം അതനുസരിച്ചിട്ടാണ് നമ്മൾ റോൾസ് എടുക്കേണ്ടത്, ഉരുട്ടിയെടുക്കേണ്ടത്, ഉരുളകൾ. ഓക്കെ, ഇത് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്പും ചെയ്യും. നമുക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ നോക്കിയേ, ഒരടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. പക്ഷേ ഇതിനെ ഇനി വീണ്ടും ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് പരത്താം, അപ്പോൾ കുറച്ചുകൂടി തിന്നാകുമല്ലോ. അതെല്ലാം ഒന്ന് പരത്തി വെച്ചിട്ട് നമുക്ക് ചുറ്റു തുടങ്ങാം. അപ്പോൾ തട്ടയ്ക്ക് വേണ്ടിയെല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും വേണമെങ്കിൽ വലിയ ചപ്പാത്തി പോലെ
ഇതുപോലെ പരത്തിയിട്ട് അതിലിങ്ങനെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താലും മതിയല്ലോ. അങ്ങനെയാണെങ്കിലും മതി. പക്ഷേ എത്രത്തോളം ഘനം കുറച്ച് പരത്തുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ട് ചെയ്യാം. മറ്റേ വലിയ ചപ്പാത്തി പോലെയാണെങ്കിൽ കുറച്ചുകൂടി സ്പേസ് വേണം പരത്തിയെടുക്കാൻ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ആകാം. അപ്പം ഞാനിപ്പോൾ ഈ അളവിൽ നിന്ന് ഏതാണ്ട് 20 സ്വീറ്റ് തട്ട കിട്ടും. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം എണ്ണ. ഓക്കെ. ഇത് ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏതാണെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെണ്ണയും ആകാം. വറുത്ത് കോരുകയാണ് ചെയ്യേണ്ടത്. പപ്പടമൊക്കെ കാച്ചുന്ന മാതിരി പൂരിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക. തണുത്താകുമ്പോൾ നല്ല കറിവെടുപ്പായിരിക്കും. ഈ രീതിയിൽ ഇതും കുഴപ്പമില്ല, കറിവെടുപ്പ് തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ കുത്ത് ഇടാണ്ട് നമ്മൾ ചുടുകയാണെങ്കിൽ പൂരി പോലെ നല്ല പഫ് ചെയ്ത് വരും. കുത്താണ്ട് ഇടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പൂരി പോലെ പൊള്ളിച്ചും എടുക്കാം. ആ സ്റ്റൈലും ചെയ്യാൻ വേണമെങ്കിൽ ഇതുപോലെ ഇതും ഇങ്ങനെ ആക്കിയിട്ട് മുരിച്ചെടുക്കാം. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും നല്ല കരുകരുപ്പായിട്ട് ഒരു മുറുക്ക് മാതിരിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. മുരിയട്ടെ. തീ കുറച്ചിട്ടിരിക്കുവാണ്. ഇത് നല്ല പഫപ്പ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. ഇത് നോക്കി നല്ല കരുകരുപ്പ് കണ്ട മുറുക്ക് മാതിരി തട്ട പോലെ തന്നെ വരും. ഇങ്ങനെ കുത്തുകുത്തിടുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള പൊള്ളലേ ഉണ്ടാവുള്ളൂ. ഓവറായിട്ട് പഫപ്പ് ചെയ്യില്ല. സ്വീറ്റ് തട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും വിട്ടാണ് മുരിച്ചെടുക്കേണ്ടത്. പിന്നെ ഈ പപ്പടം പോലെ പൊള്ളി വരുന്നതാണെങ്കിൽ നമ്മൾ കുത്തേണ്ട ആവശ്യമില്ല, അതിൻ്റെ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇതാണൊരു തട്ട എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പല്ലേ വരുന്നത്, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ചെറിയ ചെറിയ ഹോൾസ് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ പൊങ്ങി വരില്ല. പക്ഷെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാകാനായിട്ട് കുറച്ച് കൂടുതൽ തീയിട്ട് ചൂടാക്കിയിട്ട് പിന്നെ ക്രമീകരിക്കുക. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിട്ടിട്ടാണ് മുരിച്ചെടുക്കുന്നത്. എത്രത്തോളം തിന്നായിട്ട്, എത്രത്തോളം കട്ടി കുറച്ച് പരത്താമോ അത്രത്തോളം കട്ടി കുറച്ച് പരത്താം. ഫിനിഷ്ഡ്. അങ്ങനെ സ്വീറ്റ് തട്ട ഈസ് ഓവർ. അത് ഓഫ് ചെയ്യുന്നു. ഇനി ശരിക്കും 20 എണ്ണമാണ് ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. നമ്പർ 1 കപ്പ് ആട്ടയല്ലേ ഞാൻ എടുത്തു. ഓക്കെ, ഇതിൽ നിന്നും കഴിച്ച് കാണിക്കട്ടെ. പൊട്ടിക്കുമ്പോൾ ഉണ്ടോ ശബ്ദം കേൾക്കുന്നത്? നല്ല കരുകരുപ്പാണെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് തട്ട ഉണ്ടാക്കി ഒരു 1 കപ്പ് ആട്ടയിൽ 20 എണ്ണം കിട്ടുമല്ലോ. നിങ്ങൾ 2 കപ്പ് ആട്ടയിൽ ഉണ്ടാക്കി ഒരു 10-40 എണ്ണം കിട്ടും. ഡബ്ബയിൽ അടച്ചു വയ്ക്കുക. കുഞ്ഞുങ്ങളിപ്പോൾ വീട്ടിലുള്ളതല്ലേ, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കഴിക്കാൻ കൊടുക്കാം. ദോഷമുള്ളൊന്നും ഇല്ലല്ലോ. ശർക്കരയും ആട്ട അഥവാ ഗോതമ്പ് മാവ്. ഒരു സിമ്പിൾ. അപ്പോൾ എന്തായാലും മനസ്സിലായല്ലോ. ഞാൻ 2 റെസിപ്പീസ് കാണിച്ചു തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. വലിയ വ്യത്യാസം ഇല്ലാണ്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഒരു മാറ്റം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒന്നിൽ ബേക്കിംഗ് പൗഡർ ഇട്ടു, മറ്റേതിൽ ഏലക്കാപ്പൊടി ഇട്ടു. ഇതിൽ വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയമാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.